സമൂഹമാധ്യമമായ ടിക്ടോക്കിലെ വെല്ലുവിളിയെ തുടർന്ന് ഷാർജയിൽ മലയാളി കൊല്ലപ്പെട്ട സംഭവത്തിൽ ഷാർജ പോലീസ് 2 പേരുടെ അറസ്റ്റ് രേഖപ്പെടുത്തി. പ്രതികൾ 2 പേരും മലയാളികളാണ്. സോഷ്യൽ മീഡിയയിലെ തർക്കം തന്നെയാണ് കൊലപാതക കാരണമെന്നും പോലീസ് കണ്ടെത്തി. കൂടുതൽ പ്രതികളുണ്ടെന്നാണ് പോലീസിന്റെ നിഗമനം. സമൂഹമാധ്യമമായ ടിക്ടോക്കിൽ ലൈവിൽ വന്ന് വെല്ലുവിളിച്ച ശേഷം നേരിട്ടുണ്ടായ ഏറ്റുമുട്ടലിൽ കഴിഞ്ഞ ദിവസമാണ് ഷാർജയിൽ കണ്ണൂർ പഴയങ്ങാടി സ്വദേശി ഇസ്മായിൽ പൊന്നൻ കൊല്ലപ്പെട്ടത്. സംഭവത്തിൽ നിരവധി പേരെ പോലീസ് കസ്റ്റഡിയിലെടുത്തിരുന്നു. ഇതിൽ 2 പേരുടെ അറസ്റ്റാണ് ഷാർജ പോലീസ് രേഖപ്പെടുത്തിയത്. കൂടുതൽ പ്രതികളുടെ അറസ്റ്റ് വരും ദിവസങ്ങളിൽ രേഖപ്പെടുത്തും. മാത്രമല്ല, സംഭവത്തിൽ കൂടുതൽ പ്രതികളുണ്ടെന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ. ഇവർക്കായി വിപുലമായ അന്വേഷണവും ആരംഭിച്ചിട്ടുണ്ട്. ഇസ്മായിൽ പൊന്നനെ കൂടാതെ മറ്റൊരാൾക്കു കൂടി ആക്രമണത്തിൽ പരിക്കേറ്റുവെന്നും പോലീസ് അറിയിച്ചു. ടിക്ടോക്കിലെ തർക്കം തന്നെയാണ് ഏറ്റുമുട്ടലിന്റെ അടിസ്ഥാനമെന്നും പോലീസിന് ബോധ്യപ്പെട്ടിട്ടുണ്ട്. ടിക്ടോക്കിലൂടെ വെല്ലുവിളി നടത്തിയ ശേഷം പ്രതികളും ഇസ്മായിലും ഷാർജ അൽനഹദയിലെത്തുകയും ഒരു ഷോപ്പിംഗ് മാളിന് മുന്നിൽ വെച്ച് ഏറ്റുമുട്ടുകയുമായിരുന്നു. ആളുകൾ നോക്കി നിൽക്കുമ്പോഴായിരുന്നു ഏറ്റുമുട്ടലും കൊലപാതകവും. മാരകായുധങ്ങൾ ഉപയോഗിച്ചുള്ള ഏറ്റുമുട്ടലിൽ ഇസ്മായിലിന് കുത്തേറ്റു. സംഭവം നടന്ന 4 മണിക്കൂറിനുള്ളിൽ തന്നെ പോലീസ് സംഘം പ്രതികളെ തിരിച്ചറിയുകയും പിടികൂടുകയും ചെയ്തു. പ്രതികൾക്കെതിരെ നിയമ നടപടികൾ ആരംഭിച്ചിട്ടുണ്ടെന്നും ഷാർജ പോലീസ് വ്യക്തമാക്കി. ടിക്ടോക്കിൽ ഇവരുടെ ഗ്രൂപ്പിലുള്ള മറ്റുള്ളവരെയും കണ്ടെത്താനാണ് പോലീസിന്റെ ശ്രമം. അതേസമയം മരിച്ച ഇസ്മായിലിന്റെ മൃതദേഹം നാട്ടിലേക്ക് കൊണ്ടുപോകാനുള്ള നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്. മാതൃഭൂമി ന്യൂസ്, ഷാർജ.